ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും കൂടിയിട്ട് റോഷൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ. ഈ സമയം അനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അനി മദ്യലഹരിയിൽ ഓരോന്ന് വിളിച്ചു പറയുന്ന സൗണ്ട് കേൾക്കാണ് കേട്ടോ. പിന്നീട് ആദർശം ഒന്നും നോക്കില്ല, വേഗം ചെല്ലുകയാണ് അനിയുടെ അടുത്തോട്ട്. എന്നിട്ട് അനിയോട് പറയണം, നാളെ നിൻ്റെ വിവാഹമാടാ, ഈ സമയത്ത് ഇങ്ങനെ കുടിക്കാൻ പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അനിയെ അടിക്കുന്നുണ്ടല്ലോ. ഇതേ സമയം റോഷനോട് നീ എന്ത് പണിയാടാ കാണിച്ചത്, നാളെ വിവാഹമുള്ള ഒരു ചെറുക്കനെ ആരെങ്കിലും വിവാഹമുള്ള സമയത്ത് മദ്യം കുടിപ്പിക്കുമോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിൽ തെറ്റുകാരിയല്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം തെറ്റുകാരല്ല എന്ന് പറഞ്ഞ ഉടനെ എന്നാൽ ഈ സമയം പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അനി വന്ന ആ രംഗം പറയാൻ കേട്ടോ. അനി വന്നിട്ട് റോഷനോട് അനിയുടെ മറ്റുള്ള കൂട്ടുകാരോടൊക്കെ പറയണേ, ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതല്ലടാ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദുവാണ്. ഞാൻ പ്രണയിക്കുന്നത് നന്ദുവിനെയാണ്. അനാമിക എൻ്റെ എഴുത്തിനെ ഇഷ്ടപ്പെട്ടു, അവൾ എൻ്റെ ഒരു ആരാധിക എന്ന നിലക്കാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. പക്ഷെ ഒരു ഭാര്യയാക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള അനിയുടെ കരഞ്ഞും കൊണ്ടുള്ള വാക്കിട്ടോ. ഈ സമയം റോഷൻ പറയണേ, ഈ വിവാഹത്തിലോട്ട് നന്ദു നീ എത്തിച്ചില്ലേ, എന്നാൽ നിനക്ക് തുടക്കം മുതലേ വേണ്ടെന്ന് വെക്കായിരുന്നില്ലേ എന്നുള്ള ആ വാക്കുകൾ, നന്ദുവിനെ വേണമെങ്കിൽ നിനക്ക് തുടക്കം മുതലേ വേണ്ടെന്ന് വെക്കായിരുന്നില്ലേ എന്ന് അനിയോട് റോഷൻ പറയാനിട്ടോ. അപ്പം ഈ സമയം അനിക്ക് സ്നേഹമുള്ള ഒരു പെൺകുട്ടി എന്നാണ് പറയുന്നത്, പക്ഷേ നന്ദു ആണെന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദർശനോട് റോഷൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമയം നന്ദു ആണെന്ന് പറയാത്തത് കൊണ്ട് തന്നെ ആദർശൻ ആരാണെന്ന് അറിയുന്നില്ല. അങ്ങനെ റോഷനോട് അനി പറയുന്ന ആ സീനുകളൊക്കെയാണ് കേട്ടോ. അനി പറയണേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെണ്ണ് നന്ദു മാത്രം മതി, എനിക്ക് അവളില്ലാതെ കഴിയില്ലടാ. അനാമിക അവൾ ഈഗോക്കാരിയാണ്, അവൾക്ക് പണം അതൊക്കെയാണ് അവളുടെ ഇഷ്ടം, അവൾ മുൻചുണ്ടിക്കാരിയാണ്, എടുത്തുചാട്ടക്കാരിയാണ്. അവളെപ്പോലെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുക്കും ചിട്ടയുള്ള ജീവിതമൊക്കെ താളം മറിയും. എൻ്റെ ജീവിതം എൻ്റെ അഭിയേട്ടൻ്റെ ജീവിതം പോലെ ആയിരുന്നു, എബിയേച്ചി അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴവർ നന്നായി, എന്നാൽ അതിലേറെ പോക്കാണ് അനാമിക. എന്തോ എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പോലും കഴിയുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റിയിരുന്നത് ബ്രോ ആയ നന്ദുവിനോടായിരുന്നു. പക്ഷെ അവൾ എന്നിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നു. അവളിൽ എന്താണെന്ന് അവൾ എന്നോട് പറയുന്നില്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ മൗനമാണ്. എന്താണ് അതിന് അർത്ഥം എന്ന് പറയുമ്പോൾ റോഷൻ, എടാ നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ പിന്നെ ഞാൻ എന്താണ് കരുതേണ്ടത്, അവളുടെ മനസ്സിൽ ഇനി എന്നോട് പ്രണയമുണ്ടാകുമോ എന്ന് റോഷനോട് ചോദിക്കുമ്പോൾ റോഷൻ അതിന് മറുപടി നൽകുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം എനിക്ക് മനസ്സിന് യാതൊരുവിധ മനസ്സമാധാനവും കിട്ടുന്നില്ല, അതുകൊണ്ട് മദ്യം വേണമെന്ന് പറയുമ്പോൾ റോഷൻ ഒരുപാട് തടയുന്നുണ്ട്. അനി നിൻ്റെ വിവാഹമാണ് നാളെ. ആരുടെ വിവാഹം? എനിക്ക് വിവാഹമൊന്നുമില്ല. ഞാൻ ഈ സമയം കുടിച്ചു മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ, എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടത്തിയോട് എൻ്റെ ആദർശേട്ടനോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, അവളെപ്പോലെ ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ പെണ്ണാക്കാൻ കഴിയില്ലെന്ന് എൻ്റെ അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞു. പക്ഷെ ആരും എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണ് എൻ്റെ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതവും തകരും. അനന്തപുരിയിലെ 2 മരുമക്കളുടെയും ജീവിതം അങ്ങനെയാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണ് വന്നാൽ എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആവുമെന്നൊക്കെ അനി പറഞ്ഞ് മദ്യം കുടിച്ചതിന് മുകളിലൂടെ കുടിച്ച് ലക്ക് കെട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഈ വാക്കുകളെല്ലാം കേട്ടോ ആദർശ് ആകെ ഞെട്ടിപ്പോണേ. എന്താണ് നീ കാണിച്ചത് എന്നുള്ള ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ടോ. ഇതേ സമയം അനിയെ എല്ലാവർക്കും ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ പേടിയാവാണ്. അങ്ങനെ ആദർശ് പറയാണ്, റോഷൻ നീ തന്നെ അനിയെ നോക്ക്, എന്നിട്ട് അവനെ ബാത്റൂമിൽ കൊണ്ടുപോയി അവൻ്റെ തലയിലൂടെ വെള്ളം ഒഴിച്ച് അവനെ നല്ലൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോവാ എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം നയനയുടെ അടുത്തോട്ട് ആദർശ് ചെല്ലാണ്. നയന ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് നയനോട് സംസാരിക്കുകയാണ്. സത്യത്തിൽ നീ പറ, നിനക്കറിയില്ലേ ശരിക്കും അനി സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതാണെന്ന്? നീയാണ് അനിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി, അതുപോലെ തന്നെ നിന്റെ അനിയത്തിയായ നന്ദു. ഇവർ രണ്ടുപേരോടാണ് അനി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. എന്നാൽ ആദ്യം എന്നോടായിരുന്നു, പക്ഷേ ഞാനും നീയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനിൽ നിന്ന് ഒരുപാട് അകന്നു. അതുകൊണ്ട് തന്നെ നീ പറ എന്നിങ്ങനെ നിർബന്ധം പറയുമ്പോൾ അവിടെ നയന തലതാഴ്ത്തി നിൽക്കുന്നു കേട്ടോ. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ? നിനക്കറിയില്ലേ നിന്റെ മൗനം? എനിക്കറിയാം നിനക്കറിയാമെന്ന്. എന്നാൽ ആ പെൺകുട്ടി ആര്, അതെന്ന് ആരെന്ന് എനിക്കറിയണം, അതെങ്കിലും എനിക്കറിയാൻ സ്വാതന്ത്ര്യമില്ലേ? നീ എന്നോട് പറയില്ലേ എന്ന് പറയുമ്പോൾ ആദർശേട്ട അത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദർശേട്ടൻ അത് അംഗീകരിക്കില്ല, ഒരു പക്ഷേ ആദർശേട്ടൻ എന്നോട് ശബ്ദം ഉയർത്തും. അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ മടിയാണ് എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിയായ നന്ദു ആണെന്ന് പറയാൻ കേട്ടോ. ഈ സമയം ആദർശ് ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര എന്ന ഭാവത്തിൽ 2 പെൺമക്കൾ അനന്തപുരിയിൽ കയറി വന്നതിൻ്റെ കോലാഹലങ്ങൾ ഇന്നും തീർന്നിട്ടില്ല. ഇന്നും തൻ്റെ അമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അംഗീകരിച്ചിട്ടില്ല. ഇതേ സമയം ഇനിയും
കനകത്തിൻ്റെ മക്കളായ ഇനിയും ഒരാളും കൂടി കയറി വന്നാൽ ആ കുടുംബം പറ്റ തകരുമെന്ന് ആദർശിന് മനസ്സിലാവാൻ കേട്ടോ. ഈ സമയം ആദർശ് എൻ്റെ അനിയനെ കുറ്റം പറയാൻ പറ്റില്ല, നന്ദുവും നീയൊക്കെ നല്ല സ്വഭാവക്കാരാണ്, പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്കാണ് കാര്യങ്ങൾ മനസ്സിലാവാത്തത്. എൻ്റെ അമ്മ അടക്കം ഇപ്പോൾ ഇളയമ്മയാണ് എൻ്റെ വീട്ടിൽ ആകെ ഒരു ഉണ്ടായിരുന്നത്, ഇപ്പോൾ അവരുടെയും സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് ഇളയമ്മക്കും ഈ സത്യം അറിയാം, അനാമിക എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദർശ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. ആദർശ് നയനയോട് പറയണേ, എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് ആദ്യത്തിൽ നിന്നെ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ നീയാണ് ശരിയെന്ന് നീ എനിക്ക് തെളിയിച്ചു തന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ ജീവിതമെങ്കിലും നല്ല മനസ്സമാധാനമുള്ള ഒരു ജീവിതം കിട്ടണം, ഞങ്ങളുടെ ജീവിതം പോലെ തന്നെ അവൻ്റെ ജീവിതം ആവരുത്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അനന്തപുരിയിലെ പ്രശ്നങ്ങൾ മാറും, പക്ഷേ അനി കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അനാമികയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ട് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആവട്ടെ, നന്ദു തന്നെ അവനെ വിവാഹം കഴിക്കട്ടെ എന്ന് ആദർശ് പറയുമ്പോൾ അവിടെ നയന പറയാണ്, ആദർശേട്ടാ ഈ സത്യം ആരോടും പറയരുത്, ഈ സത്യം ആദർശേട്ടൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിൻ്റെ താളം തെറ്റും. ഇത് കേൾക്കുന്ന ആദർശ് എന്ത് താളം തെറ്റും എന്നാണ് നീ പറയുന്നത്, ഇനി എന്താ താളം തെറ്റാനുള്ളത്, കുടിക്കാത്ത അനി കണ്ടില്ലേ, കുടിച്ചില്ലേ, ഇതിൽ കൂടുതൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല ആദർശേട്ടാ ഈ സത്യം ഇവിടെ അനിയുടെ അമ്മക്കറിയാം, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തിനും ഏതിനും കുറ്റക്കാരിയാക്കുന്നത് ഞങ്ങളെയാണ്, എന്നെയും എൻ്റെ ചേച്ചിയെയും അതുപോലെ തന്നെ നന്ദുവിനെയും. ഞങ്ങൾ പണം മോഹിച്ചുകൊണ്ട് എൻ്റെ അമ്മ പണ്ടെങ്ങോ ചെയ്ത തെറ്റിന് ഇന്നും ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ പണം മോഹിച്ച് മക്കളെയെല്ലാം വലിയ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിക്കാനാണ് എന്നുള്ള ആ വാക്ക് ഇളയമ്മയിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരേക്കാൾ കൂടുതൽ ആഗ്രഹം എൻ്റേതാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയാണ്. അനിയുടെയും അനാമികയുടെയും വിവാഹമാണ് നടക്കേണ്ടത്, ഒരിക്കലും നന്ദുവിൻ്റെ വിവാഹം നടക്കരുത്. നന്ദവുമായി ഒരു വിവാഹം കഴിച്ച ഞങ്ങളെപ്പോലെ തന്നെ അനന്തപുരിയിലെ വേലക്കാരി എന്ന സ്ഥാനമാണ് കിട്ടുകയുള്ളൂ. കുടുംബജീവിതം അനിക്കും നന്ദുവിനും തമ്മിലുണ്ടാവില്ല. അതിൽ നല്ല അനന്തപുരി സ്നേഹിക്കുന്ന മരുമകളാണെങ്കിൽ എല്ലാവരും അവളെ സ്നേഹിക്കും. ആദർശേട്ടൻ്റെ അമ്മയും അനിയുടെ അമ്മയും അതുപോലെ തന്നെ ജലജപ്പച്ചിയും എല്ലാവരും സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ ഈ സത്യം ആരോടും പറയരുത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അനന്തപുരിയുടെ പടിയിറങ്ങേണ്ടി വരും എന്ന് പറയണേട്ടോ. ആദർശേട്ടൻ്റെ അമ്മ ഇപ്പോഴെന്നെ പറയുന്നത് അനാമികയാണ് ഈ വീടിൻ്റെ മരുമകൾ എന്ന്, ആദ്യത്തെ മരുമകൾ അവളാണെന്ന് പലവട്ടം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഞങ്ങളുടെ നിന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നോക്കണം, ഈ വിവാഹം എങ്ങനെയെങ്കിലും കഴിയട്ടെ. അനിയുടെ കുടിച്ചല്ലേ കെട്ടൊക്കെ മാറിയാൽ നമുക്ക് അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം, ആരും അറിയാതെ അവനെ ആ വീട്ടിൽ കൊണ്ടാക്കാം, ഈ കുടിച്ചത് ആരും തന്നെ അറിയരുതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കണം ആദർശേട്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം തകരും. എൻ്റെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ 2 മക്കളും ഒരേ സമയം ആ വീട്ടിലോട്ട് തിരിച്ചു തന്ന അവിടെയും പ്രശ്നം. അതുപോലെ തന്നെ മുത്തശ്ശനും ഇപ്പോൾ സുഖമില്ലാത്തതാണ്, മുത്തശ്ശനും വല്ലതും സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് അതിലൊരു സത്യമുണ്ടെന്ന് ആദർശിന് മനസ്സിലാവണേട്ടാ. അങ്ങനെ ഇഷ്ടമല്ല മനസ്സോടുകൂടി തന്നെ ആദർശ് നയനയുടെ വാക്കുകൾക്ക് മുന്നേ ആദർശിന് സമ്മതം മൂളേണ്ടി വരികയാണ്. അനയുടെയും അനാമികയുടെയും വിവാഹത്തിന് സമ്മതം മൂളാനേട്ടാ. എന്തായാലും ഈ കഥ അനിയുടെയും അനാമികയുടെയും വിവാഹം നടന്നാൽ മാത്രമാണ് അനന്തപുരിയിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുള്ളൂ. ഒരിക്കലും നന്ദുവും അനിയുമായി നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദർശവും നയനയും തമ്മിലുള്ള ആ പ്രശ്നം തന്നെ തുടരും. അതുകൊണ്ട് അനാമികയുടെ വരവോടുകൂടി അനന്തപുരിയിലെ പെണ്ണുങ്ങൾക്കൂടെ ഒക്കെ ഒരു പാഠം പഠിപ്പിക്കുന്ന ആ കിടുക്കൻ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.